ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലിച്ചെറിയുടെ കരയ്ക്കലുള്ള അന്തിമഹാകാളം കാവിലാട്ടോ. കർക്കിടക മാസം 1-ാം തീയതിയാണ്. എല്ലാ വർഷവും കർക്കിടക മാസം 1 മുതൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി ഇവിടെ വിതരണം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക്. ഔഷധക്കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഔഷധക്കഞ്ഞിക്കുള്ള പച്ചമരുന്നുകളെല്ലാം ഈ ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റിക്കാരും മാതൃസമിതി അംഗങ്ങളൊക്കെ ചേർന്ന് കാട്ടിൽ പോയി പച്ചമരുന്നുകളൊക്കെ പറിച്ച് കൊടുന്ന് അത് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് ശുദ്ധമായ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കുക. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിങ്ങനെ പാക്കറ്റുകളിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിച്ച് കൊണ്ടുപോയി വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കാം. ക്ഷേത്രത്തിലെ ഔഷധക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 11ാമത് വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഔഷധക്കഞ്ഞി വിതരണം, അതിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായി പ്രാർത്ഥന. മതജാതി വർണ്ണങ്ങൾ എല്ലാം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയ മക്കളാ നമ്മളെല്ലാവരും. തോളോട് ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ 11ാമത് ഔഷധക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് ഈ ശുഭമുഹൂർത്തത്തിൽ ഈ ചടങ്ങ് ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തതിനായി നമ്മുടെ ആദരണീയ ഡോക്ടർ ശ്രീനാഥ് അവരുടെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ചുക്കാൻ പിടിക്കുക തന്നെ പറയാം. അന്തിമഹാകാളം ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളെയും അതുപോലെ മെമ്പർമാരെയും നാട്ടുകാരെയും നാനാർത്ഥത്തിൽ ഏർപ്പെടുന്ന ഇന്ത്യയിലെ നിവാസികളെയും എല്ലാവരെയും ഈ പുണ്യാത്മകമായ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. മരുന്നിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഈ കർക്കിടക മാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും നമ്മുടെ ഡോക്ടർ നമുക്ക് അറിവുകളും പ്രദാനം ചെയ്യുന്നത്. ഈ ഔഷധക്കഞ്ഞി വിതരണം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ ശ്രീനാഥ് സാറാണ് കേട്ടോ. കർക്കിടകം 1 മുതൽ 7 ദിവസം വരെയാണ് ഈ കഞ്ഞി വിതരണം നടക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞിവെപ്പ് തുടങ്ങും. വൈകുന്നേരം ഒരു 5 മണിയോട് കൂടി കഞ്ഞി വിതരണം ചെയ്യും. എല്ലാവർക്കും പാർസൽ കൊടുത്തയക്കുകയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. രീതിയിൽ സദസ്സിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികളെയും പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് കർക്കിടകം 1-ആണ്. നമ്മൾ കേൾക്കുന്നുണ്ട് കർക്കിടക ചികിത്സ, കർക്കിടകത്തിലെ ആരോഗ്യം, ദുർഘടം മാറ്റാൻ കർക്കിടകം എന്നൊക്കെ പലരിൽ നിന്നും പലപ്പോഴുമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒന്നാണ് ഈ കർക്കിടകത്തിൻ്റെ പ്രാധാന്യം എന്ന രീതിയിൽ. ഈ കർക്കിടകത്തിലെ പ്രാധാന്യം ആരോഗ്യത്തിന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ വയറിന് വേണ്ടിയും നമ്മൾ കർക്കിടകത്തിൽ നല്ല രീതിയിലുള്ള ഭക്ഷണത്തിലൂടെ അത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഈ ഔഷധ സേവ ഇത് ചേർത്തിരിക്കുന്ന നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് അമ്പലത്തിലെ ഏത് ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചേരുവകളായിക്കോട്ടെ, എല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇതിൽ പറയുന്നു കുത്തിരിക്കുന്ന കരിമുരുങ്ങി, കുറുന്തോട്ടി, കാട്ടുമുല്ല, ഇല്ലങ്കട്ടി, തെരുവിക്കള, പിന്നെ അത് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, കടുക്, ഉലുവ, ചെറുവ, എല്ലാ സാധനവും നമ്മൾ ഡെയിലി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അന്നും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതിങ്ങനെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാമെന്ന്? ഭയങ്കരമായിട്ട് ചൂട് പെട്ടെന്ന് നമ്മൾ തണുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ തോന്നാത്തിരിക്കും, നമ്മുടെ ശരീരം ആകെ ഒരു വ്യത്യാസത്തിലേക്ക് നമ്മൾ പോകുന്നതായി നമുക്ക് തോന്നും. അതേമാതിരി തന്നെയാണ് നമ്മുടെ ശരീരം. അത്യുഷ്ണമായിട്ട് നിന്ന് നമ്മൾ പോകുന്നത് നല്ല മഴക്കാലത്തിലേക്ക്. മഴക്കാലത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഉഷ്ണത്തിൽ നിർത്തുന്നു. അനുമോദന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്കും കുറച്ച് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളൊക്കെ ആയിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് പോയി പറിച്ചു കൊണ്ടുവന്ന് അത് കൊത്തി നുറുക്കി പൊടിയാക്കി
എന്നിട്ട് അതിന് ശരിയാക്കിയതിനു ശേഷം കൂട്ടി കാട്ടുമുള്ള ഇല്ലം കെട്ടി തെരുവിൽ കട കർക്കിടക 1-ന് കഞ്ഞി വിതരണം ഡോക്ടർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് കേട്ടോ. ഉൾപ്പെടുത്തുന്നത്. അതിനു പുറമെ മഞ്ഞൾ, മല്ലി, ജീരകം, കടുക്, ഉലുവ, ചതകുപ്പ, അയമോദകം, ചുക്ക്, കുരുമുളക്, ഉള്ളി, പിന്നെ കുളങ്ങല്ലേരി. കുളങ്ങല്ലേരി ഇപ്രാവശ്യം നമുക്ക് സാറ് പറഞ്ഞാലി എല്ലാവർക്കും കഞ്ഞി കുടിക്കുന്നതിൽ പൊതുവേലി എന്ന് പറഞ്ഞ സാറ് ചാറില്ല, ഓവർ സ്വീറ്റാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് കാരണം എല്ലാ കഞ്ഞിയും കഞ്ഞി കുടിക്കാം. ഇതിവിടെ തയ്യാറാക്കിയ ചമ്മന്തിപ്പൊതി കേട്ടോ. ഇതിന് 50 രൂപയാണ്. ഇത് ഔഷധക്കൂട്ട് അല്ലേ? ഇത് 100 ഗ്രാമാ? 100 ഗ്രാം 150 രൂപ. ഞാനിവിടെ നിന്ന് ഒരു ചമ്മന്തിപ്പൊടി മേടിച്ചു കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഔഷധക്കഞ്ഞി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുത്തി കുടിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. എല്ലാവരും പാത്രങ്ങളായിട്ട് വന്ന് 2 വരിയായിട്ട് നിന്ന് ക്യൂ നിന്ന് കഞ്ഞി വാങ്ങിച്ചു കൊണ്ടുപോവാണ്. അത്യപൂർവമായിട്ടുള്ളൊരു ഔഷധക്കഞ്ഞി വിതരണമാണ്. അധികം ക്ഷേത്രങ്ങളിലൊന്നും കണ്ടുവരാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഔഷധക്കഞ്ഞി വിതരണം. തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ ചേലിച്ചിറയുടെ കരക്കിലുള്ള അന്തിമഹാളങ്കാവിലാണ് കേട്ടോ ഈ ഔഷധക്കഞ്ഞി വിതരണം നടക്കുന്നത്. എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ അന്തിമഹാളങ്കാവ് എല്ലാവരും ഒന്ന് അറിയപ്പെടട്ടെ.